നമ്മളിനി സെർബ്രൽ പാൾസിയാണ് നോക്കാൻ പോകുന്നത്. CP ഇതൊരു നോൺ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിസോർഡറാണ്. ഇതിന് കാരണമാകുന്നത് മാൽഫങ്ഷൻസ് ഓഫ് മോട്ടോർ സെൻറ്റേഴ്സ് ആൻഡ് പാത്വേസ് ഓഫ് ബ്രെയിൻ ആണ്. അതായത് ഇത് മോട്ടോർ ഫംഗ്ഷനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട്. ഇത് നോൺ ക്യൂറബിൾ ആണ്, നോൺ ഫാറ്റൽ കണ്ടീഷനാണ്. ഡാമേജ് ഓഫ് ദി ഗ്രോയിങ് ബ്രെയിൻ ബിഫോർ ഓർ ഡ്യൂറിങ് ബർത്ത്, അതായത് ജനിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ഉണ്ടാകുന്ന ബ്രെയിൻ ഉണ്ടാകുന്ന ഡാമേജ്, ഗ്രോയിങ് ബ്രെയിൻ ഉണ്ടാകുന്ന ഡാമേജ് കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി എത്തിയോളജിയാണ്. ഇതിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ആണ്, ജനറ്റിക് ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ പെരിനാറ്റൽ ഹൈപ്പോക്സിയ, ഇൻട്രാവെൻട്രിക്കുലർ ഹെമറേജ്, ബർത്ത് ട്രോമ, ആസിഡ് ബേസ് ഇംബാലൻസ്, ഇൻഡയറക്റ്റ് ഹൈപ്പർബിലിറൂബിമിയ, കേർണിറ്റസ്, മെറ്റബോളിക് ഡിസ്റ്റർബൻസസ്, ഇൻട്രായൂട്രൈൻ ഓർ അക്വേർഡ് ഇൻഫെക്ഷൻസ്, ലോ ബർത്ത് വെയിറ്റ്, കൺജനറ്റൽ മാൽഫോർമേഷൻ ഒക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് കുറച്ച് നോക്കാം. ബർത്ത് ട്രോമ എന്ന് പറയുമ്പോൾ ജനിക്കുന്ന ടൈമിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ആക്സിഡൻസ് അല്ലെങ്കിൽ പരിക്കുകളൊക്കെ, പെരിനാറ്റൽ ഹൈപ്പോക്സിയ, ആസിഡ് ബേസ് ഇംബാലൻസ്, കേർണിറ്റസ്, മെറ്റബോളിക് ഡിസ്റ്റർബൻസസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെർബ്രൽ പാൾസി ആണ്. സ്പാസ്റ്റിക് അല്ലെങ്കിൽ പിരമിഡൽ CP ആണ്. എക്സ്ട്രാ പിരമിഡൽ അല്ലെങ്കിൽ ഡിസ്കൈനറ്റിക് CP, അറ്റോണിക് CP അല്ലെങ്കിൽ സെർബലർ CP, മിക്സ്ഡ് ടൈപ്പ് ഓഫ് CP. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. ഏർലി സയൻസ് നോക്കുകയാണെങ്കിൽ എസിമെട്രിക് മൂവ്മെൻറ്റ്, ഇറിറ്റബിലിറ്റി, ഡിഫിക്കൽട്ടി ഇൻ ഫീഡിങ് ഓർ സ്വോളോവിങ് ഓർ പുവർ സക്കിംഗ് വിത്ത് ടങ് ത്രസ്റ്റ്, എക്സസീവ് ഹൈ പിച്ച്ഡ് ഓർ ഫീബിൾ ക്രൈ, പുവർ ഹെഡ് കൺട്രോൾ, സ്ലോ വെയിറ്റ് ഗെയിൻ. പിന്നെ ലേറ്റ് സയൻസ് നോക്കുകയാണെങ്കിൽ ഡിലേഡ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, മോട്ടോർ ഫംഗ്ഷൻസിൻ്റെ, പിന്നെ പെർസിസ്റ്റന്റ് ഇൻഫെന്റൽ റിഫ്ലക്സസ്, പിന്നെ വീക്ക്നെസ്, അബ്നോർമൽ പോസ്റ്റേഴ്സ്, ഡ്രൂളിങ്, ഒക്കോൻ ഇൻഫെക്ഷൻസ്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഓർ ഇൻകോണ്ടിനൻസ് ഓഫ് സ്റ്റൂള്, മാൽ ലൊക്കേഷൻ ഓഫ് ടീത്ത്, കെയർലെസ് ടീത്ത്, പിന്നെ ഡിലേഡ് ഓർ ഡിഫക്റ്റീവ് സ്പീച്ച്, എവിഡൻസ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ. ഇതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം. സീഷേഴ്സ്, ഗാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ്, വിഷ്വൽ ഡിഫക്ട്സ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, മെൻ്റൽ റിട്ടാർഡേഷൻ, സ്പീച്ച് ഡിസോർഡേഴ്സ്, ഗ്രോത്ത് ഫെയിലിയർ ഒക്കെ. നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ നോക്കിയല്ലോ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ബേസ് ആയിട്ട് ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓരോന്നിനുണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്പാസ്റ്റിക് സെർബ്രൽ പാൾസിനെ പറ്റി നോക്കാം. ഡിഫക്റ്റ് ഇൻ ദി പിരമിഡൽ ട്രാക്ട്, പിന്നെ അബ്നോർമലി സ്ട്രോങ് ടോണസ് ഓഫ് സർട്ടൻ മസിൽ ഗ്രൂപ്പ്സിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ടോൺ ഉണ്ടാകും. പിന്നെ ഈ ഒരു സ്പാസ്റ്റിക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ചില ഫീച്ചേഴ്സ് കാണിക്കും. ക്വാഡ്രോപ്ലീജിയ, പാരാപ്ലീജിയ, ഹെമിപ്ലീജിയ, ട്രൈപ്ലീജിയ, ഡൈപ്ലീജിയ, മോണോപ്ലീജിയ ഒക്കെ. പിന്നെ ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. പെർസിസ്റ്റന്റ് നിയോനാറ്റൽ റിഫ്ലക്സസ്, സിസറിങ് ഓഫ് ലോവർ ലിംസ് ഡ്യൂ ടു സ്പാസം ഓഫ് അഡക്ടർ മസിൽസ്, ഒപ്പിസ്തോട്ടോണിക് പോസ്റ്റർ, സ്യൂഡോ ബൾബുലർ പാൽസി, റെസ്ട്രിക്റ്റഡ് വോൾട്ടറി മൂവ്മെൻറ്റ്സ്, ഡീപ്പ് ടെൻഡൻ റിഫ്ലക്സസ് ബിക്കം ബ്രിസ്ക് റിഫ്ലക്സസ് ഉണ്ടാകും. പിന്നെ ബ്രിസ്കി ആകും. പോസിറ്റീവ് ആംഗിൾ ക്ലോണസ്, കൺവൾഷൻസ് ഒക്കെ ഉണ്ടാകും. ഇനി എക്സ്ട്രാ പിരമിഡൽ CP ആണ്. ഇതിൽ എത്തറ്റോസിസ്, ക്ലോറിഫോം മൂവ്മെൻറ്റ്, ഡിസ്റ്റോണിയ, ട്രെമേഴ്സ് ആൻഡ് റിജിഡിറ്റി, മെൻ്റൽ റിട്ടാർഡേഷൻ, ഡഫ്നെസ് ഒക്കെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സെർബ്രൽ ഡാമേജ് ഡ്യൂ ടു കേർണിക്ടറസ് ഈസ് കൺസിഡേർഡ് ആസ് ദി എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്. അതായത് ഇതായിരിക്കും ഈ ഒരു കേർണിക്ടറസ് കാരണം സെർബ്രൽ ഡാമേജ് ഉണ്ടാകുന്നതാണ് ഇതിന് കാരണം എന്ന് വിശ്വസിക്കുന്നത്. പിന്നെ അറ്റോണിക് സെർബ്രൽ പാൾസിയാണ്. ഇതിൽ ഹൈപ്പോട്ടോണിയ ഉണ്ടാകും, ഹൈപ്പോ റിഫ്ലക്സീമിയ, അറ്റാക്സി ആൻഡ് ട്രെമേഴ്സ് അപ്പിയർ ബൈ ദി ഏജ് ഓഫ് 2 years. 2 വയസ്സാകുമ്പോഴേക്കും അറ്റാക്സി ആൻഡ് ട്രെമേഴ്സും വരും. പിന്നെ മിക്സ്ഡ് ടൈപ്പ് ഓഫ് സെർബ്രൽ പാൾസിയിൽ ഓഫ് ഡിഫ്യൂസ് ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് മിക്സ്ഡ് ടൈപ്പ്. ഇനി നമുക്ക് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നോക്കാം. ഇതിൽ ഹിസ്റ്ററി ഓഫ് പ്രീനാറ്റൽ ആൻഡ് പെരിനാറ്റൽ പീരിയഡ് ഇൻക്ലൂഡിങ് അബ്ഗാസ് സ്കോർ, റിസസിറ്റേഷൻ, ബർത്ത് ഇഞ്ചുറി ഒക്കെ നോക്കണം. അതായത് ഹിസ്റ്ററി കളക്ട് ചെയ്യുക. പിന്നെ ഫിസിക്കൽ, ന്യൂറോളജിക്കൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് ചെയ്യണം. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, പിന്നെ പേഴ്സണൽ സോഷ്യൽ ബിഹേവിയർ ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ നമ്മൾ നോക്കണം. പിന്നെ സ്പെഷ്യലായിട്ട് വരുന്ന ഡയഗ്നോസ്റ്റിക് മെഷേഴ്സാണ് CT സ്കാൻ, MRI, EEG, സൈക്കോമെട്രി ടെസ്റ്റ്, എക്സാമിനേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് യൂറിൻ. ഇനി എങ്ങനെ ഈ സെർബ്രൽ പാൾസി പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അഡിക്വേറ്റ് ആൻറ്റിനാറ്റൽ കെയർ ഇതിൽ വരുന്നതാണ്. പ്രിവെൻഷൻ ഓഫ് മെറ്റേണൽ ഇൻഫെക്ഷൻസ്, ഫീറ്റൽ പ്രോബ്ലംസ് ആൻഡ് പെരിനാറ്റൽ ഹസാർഡ്സ്. പിന്നെ പ്രിവെൻഷൻ ഓഫ് ബർത്ത് ഇഞ്ചുറി, പെരിനാറ്റൽ ആസ്ഫിക്സിയ ആൻഡ് നിയോനാറ്റൽ ഹൈപ്പർ ബിലിറൂബിനീമിയ. ഇനി മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പീഡിയാട്രീഷ്യൻ, പീഡിയാട്രിക് സർജൻ, പീഡിയാട്രിക് നഴ്സ് സ്പെഷ്യലിസ്റ്റ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, പീഡിയാട്രിക് സോഷ്യൽ വർക്കർ, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഫാമിലി മെമ്പേഴ്സ്, പാരൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു മാനേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് വന്നിട്ട് വേണം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ വരുന്ന മാനേജ്മെൻറ്റിൽ വരുന്നതാണ് ഡ്രഗ് തെറാപ്പി, ഫിസിയോതെറാപ്പി, സർജിക്കൽ കറക്ഷൻ ഓഫ് ഡിഫോർമിറ്റീസ്, ഓക്യുപ്പേഷണൽ തെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻസ്. ഇതിൽ ഡ്രഗ് തെറാപ്പിയിൽ വരുന്നതാണ്. സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. ഡയസിപ്പം ഫോർ സ്പാസ്റ്റിസിറ്റി, സ്ട്രിഷ്നൈൻ ഫോർ ഹൈപ്പോട്ടോണിയ, ക്ലോറിഡൈസപ്പോക്സൈഡ് ഓർ ലെവഡോപ്പ ഫോർ
അത്തറ്റോസിസ്, പിന്നെ കാർബാമസിപ്പൻ ഫോർ ഡിസ്റ്റോണിയ, പിന്നെ ആൻറ്റി കൺവൾസീവ് ഡ്രഗ്സ്, ട്രാങ്ക്ലൈസേഴ്സ്, മസിൽ റിലാക്സൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് സർജിക്കൽ കറക്ഷൻ. ഇതിൽ വരുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോണി ഡിഫോർമിറ്റീസിന്, ജോയിൻസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺട്രാക്ചേഴ്സ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സെലക്റ്റീവ് ഡോർസൽ റൈസോട്ടമി ആണ് ചെയ്യുന്നത് ഈ സ്പാസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട്. സ്പ്ലിൻസും ഓർത്തോട്ടിക് ഡിവൈസസ് ഒക്കെ കൊടുത്തിട്ട് ഓർത്തോപീഡിക് സപ്പോർട്ട് നൽകുന്നുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പിയാണ് ഇത് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് കൺട്രാക്ചേഴ്സ്, പ്രൊമോട്ട് റിലാക്സേഷൻ ഓഫ് സ്പാസ്റ്റിക് മസിൽസ്, മെയിൻ്റനൻസ് ഓഫ് പോസ്റ്ററിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഒക്യുപേഷണൽ തെറാപ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് ഫോർ സെൽഫ് കെയർ ലൈക്ക് ഫീഡിങ്, ഡ്രസ്സിങ്, ബ്രഷിങ്, ബാത്തിങ്ങിനൊക്കെ. പിന്നെ സോഷ്യോ എക്കണോമിക് റിഹാബിലിറ്റേഷൻ നൽകുന്നത്. ഇനി നഴ്സിംഗ് കെയർ ആണ്. ഇതിൽ വരുന്നതാണ് എൻകറേജിങ് എക്സസൈസ്, പിന്നെ യൂസ് ഓഫ് സ്പ്ലിൻസ് ഓഫ് ബ്രേസ്, പിന്നെ മോട്ടിവേഷൻ ഫോർ പ്രാക്ടീസിങ് സെൽഫ് കെയർ ആൻഡ് അറേഞ്ചിങ് സ്പെഷ്യലി പ്രിപ്പയർഡ് ഫോർ സെൽഫ് കെയർ ആർട്ടിക്കിൾസ്, പിന്നെ പ്ലേ മെറ്റീരിയൽസ് നൽകുക, കോർഡിനേഷൻ മൂവ്മെൻറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് ബോഡി അലൈൻമെൻറ്റ് നൽകുക, റെസ്പിറ്റേറ്റ് നൽകുക, അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ് ഒക്കെ കൊടുക്കുക. പിന്നെ ഗുഡ് പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ടീച്ചിങ് ഫോർ ഹോം ബേസ്ഡ് കെയർ ആൻഡ് കണ്ടിന്യൂഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വിത്ത് റെഗുലർ ഫോളോ അപ്സ്, അവൈലബിൾ ഫെസിലിറ്റീസ് ഫോർ സ്പെഷ്യലൈസ്ഡ് കെയറിനെ പറ്റിയിട്ടൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക പാരൻസിനെ. സോ ഇതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ ഡൗൺ സിൻഡ്രോം നോക്കാം. താങ്ക് യു, ബൈ.